നമസ്തേ. ഓം ശ്രീ ലളിതാംബികായ നമ. എല്ലാ ദേവീ ഭക്തന്മാർക്കും ആത്മാ പ്രണാമം. ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൽ നമ്മൾ ഏതാണ്ട് അഡ്വാൻസ്ഡ് ലെവലിൽ 6 ക്ലാസ്സുകൾ നമ്മൾ പൂർത്തിയാക്കി. ധ്യാന ശ്ലോകം പറഞ്ഞു. പിന്നീട് ശ്രീമാതാ മുതൽ നമ്മൾ അവസാനം നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത വരെയുള്ള നാമങ്ങളുടെ സാമാന്യാർത്ഥവും പിന്നെ അതിൻ്റെ സൂക്ഷ്മാർത്ഥവും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലർ ചോദിച്ചു, ഇതിൽ ചിലതിലൊന്നും പ്രത്യേകിച്ച് സൂക്ഷ്മാർത്ഥങ്ങളില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ദേവിയുടെ ആ തലമുടി മുതൽ ഇനിയിപ്പോൾ പാദം വരെ പോകുന്ന വർണ്ണനകൾക്ക് പ്രത്യക്ഷേണ സൂക്ഷ്മാർത്ഥം ഇല്ല. പക്ഷേ കുറച്ചുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കുണ്ഡലിനി ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരും. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ചില ഭാഗങ്ങൾ ആഴത്തിൽ വിശദീകരിക്കേണ്ട ഭാഗങ്ങളില്ല. പ്രത്യേകിച്ചും അംഗപ്രത്യംഗ വർണ്ണനകളിലൊക്കെ അങ്ങനെ ഒരു വർണ്ണന വരുന്നില്ല. അതിന് ശേഷമുള്ള അടുത്തതിൽ നമ്മൾ ചക്രത്തെപ്പറ്റി ഉള്ള ഷഡാധാരങ്ങളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ത്രികൂട ശരീരത്തെ പറ്റിയിട്ടുള്ളതിലേക്ക് വരുമ്പോഴാണ് സൂക്ഷ്മാർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത്. ഇത് തന്നെ നമുക്കിനി സൗന്ദര്യലഹരിയുമായിട്ട് കണക്ട് ചെയ്ത് ദേവീ മാഹാത്മ്യവും ദേവീ ഭാഗവതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചൊല്ലിയ കാര്യങ്ങളൊന്നുകൂടി ഒന്ന് നോക്കാം. ഓം അസ്യ ശ്രീ ലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയ അനുഷ്ടുപ്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ സിന്ധൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാ നായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബിക ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമപത്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരിക സമന്ദഹസിദക്ഷണാം സസരജാപപാശാങ്കുശ അശേഷജനമോഹിനീ അരുണമാല്യഭൂഷോജ്വല ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബിക അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണജാപ അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ശ്രീമാത ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂതാ ദേഹ്വകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാശാഢ്യാ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡാ പഞ്ചതന്മാത്രസായക നിജാരുണപ്രഭാപൂരമജ്ജദ്ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോകപുന്നാകസൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണീകനത്കോഠീരമണ്ഡിത അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭാമൃഗനാഭിവിശേഷക വദനസ്മരമാംഗല്യാഗൃഹതോരണശില്ലിക വക്ത്രലക്ഷ്മീപരീവാഹചലന്മീനാഭലോചന നവചമ്പകപുഷ്പാഭാനാസാദണ്ഡവിരാജിത താരാകാന്തിതിരസ്കാരീ നാസാഭരണഭാസുരാം. ഈ താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര വരെയുള്ള ഭാഗമാണ് കഴിഞ്ഞ തവണ വരെ 6ാമത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ടെടുത്തത്. ഇനി അതിന് താഴത്തേക്കുള്ള വരികൾ അതിൻ്റെ സാമാന്യാർത്ഥവും അതിൻ്റെ സൂക്ഷ്മാർത്ഥ തലങ്ങളെയും പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ. താരാകാന്തി തിരസ്കാരിന അസാഭരണഭാസുര. അടുത്ത വരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂരമനോഹര താടം ഗയുകളീഭൂത തപനോഢുപമണ്ഡല കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂരമനോഹര താടം ഗയുകളീഭൂത തപന ഉഢുപമണ്ഡല എന്നുള്ളതാണ്. കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂരമനോഹര. കദംബ പുഷ്പം മഞ്ജരി ഒരു കുലയായി ഒരു പൂമാലയായി ക്ലിപ്ത അലങ്കരിച്ചുകൊണ്ട് കർണപുരം ചെവിയിൽ വെച്ച് മനോഹരിയായവൾ. ഇത്രയേ ഉള്ളൂ. അതായത് കദംബപ്പൂക്കൾ ഒരു കർണാഭരണം എന്ന വിധത്തിൽ അമ്മ കദംബപ്പൂക്കൾ 2 ചെവിയിലും വെച്ച് നിൽപ്പുണ്ട്. അങ്ങനെ അത് വെച്ച് മനോഹരിയായിരിക്കുന്ന
ആ ദേവിയാണ് അതിൽ വർണ്ണിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളത് പഠിച്ചു തുടങ്ങിയപ്പോൾ ശിരസിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ദേവിയുടെ മുടിയുടെ അഴക് നമ്മൾ പറഞ്ഞു, അതിൽ ചാർത്തിയിരിക്കുന്ന പൂക്കളെ പറ്റി പറഞ്ഞു. അങ്ങനെ നമ്മൾ പാദം വരെ വരും. ദേവിയുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വർണ്ണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേവിയുടെ മനോഹാരിതയെക്കുറിച്ച്, ദേവി അണിഞ്ഞ അലങ്കാര വസ്തുക്കളെക്കുറിച്ച്, മാലകളെക്കുറിച്ച്, പൂക്കളെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, ദേവിയുടെ ആ ഒരു നിറത്തെക്കുറിച്ച്, ശരീര ലാവണ്യത്തെക്കുറിച്ചൊക്കെയാണ് ബാഹ്യാർത്ഥത്തിൽ പറയുന്നത്. ഈ ദേവിയുടെ ശരീരം എന്ന് പറയുന്നത് ത്രികൂട ശരീരിണിയാണ് ദേവി എന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ ത്രികൂട ശരീരത്തിൽ ഷഡ്ചക്ര സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്ന കുണ്ഡലിനി ശക്തിയുടെ, ആ കുണ്ഡലിനി ശക്തിയെപ്പറ്റി നമ്മളെ ബോധ്യപ്പെടുത്താൻ ദേവിയുടെ ശരീരത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് നമുക്ക് പറയാം, അടുത്ത ലെവലിൽ പറയാം. അപ്പോൾ ഇവിടെ ദേവിയുടെ ചെവികളിൽ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് മൂക്കിൽ അമ്മ നാസാഭരണമായിരിക്കുന്ന ആ താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര എന്ന് പറഞ്ഞു. നക്ഷത്രത്തിൻ്റെ തിളക്കത്തെ പോലും കെടുത്തുന്ന വിധത്തിൽ അതിമനോഹരമായിരിക്കുന്ന മൂക്കുത്തി ധരിച്ച ദേവിയെ പറ്റി പറഞ്ഞു അവസാന ക്ലാസ്സിൽ. അതിനുശേഷം ദേവിയുടെ മൂക്കിൻ്റെ വർണ്ണനയ്ക്ക് ശേഷം നമ്മൾ ചെവിയിൽ ദേവി ചൂടിയിരിക്കുന്ന കദംബ പൂക്കളെക്കുറിച്ചിട്ടാണ് പറയുക, അല്ലേ? കദംബ പുഷ്പമാല കൊണ്ട് അല്ലെങ്കിൽ കദംബ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ചെവിയാഭരണങ്ങളാൽ അത്യന്തം സുന്ദരിയായിരിക്കുന്ന മനോഹരിയായിരിക്കുന്ന ദേവി. അടുത്തത് പറയുന്നത് എന്താ? താടങ്കയുഗളീഭൂത തപന ഉടുപമണ്ഡല. താടങ്കയുഗളീഭൂത തപന ഉടുപമണ്ഡല, അതായത് ദേവിയുടെ ആ ഒരു എന്താ പറയുക, കർണാഭരണങ്ങൾ. ഇപ്പോൾ കദംബപ്പൂക്കളമ്മ ആ ചെവിക്കിടയിൽ ചൂടി വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെ അമ്മയുടെ ആ ഒരു കമ്മലുകളായിട്ട് താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. താടങ്കയുഗളി, കാതിന് അലങ്കാരമായിട്ട്, യുഗളീഭൂത ഇരട്ടിയായി രണ്ടായിട്ട് കമ്മലുകളുണ്ട്. 2 കമ്മലുകളുണ്ട്. അത് ആരെ പ്രതിനിധാനം ചെയ്യുന്നതാണ്? ആരെയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ്? സൂര്യചന്ദ്രന്മാരെയാണ്. തപനൻ സൂര്യൻ, ഉടുപൻ ചന്ദ്രൻ, അല്ലേ? അപ്പോൾ ആ വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ അതിമനോഹരങ്ങളായിരിക്കുന്ന 2 കമ്മലുകൾ അമ്മ ചെവിയിൽ ധരിച്ചിട്ടുണ്ട്. ആ ചെവിയിൽ ധരിച്ചിരിക്കുന്ന കമ്മലുകൾ സൂര്യചന്ദ്രന്മാരെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ കർണാഭരണമായിട്ട് കദംബപ്പൂക്കൾ ചെവിക്കടയിൽ അമ്മ വെച്ചിട്ടുണ്ട്. കമ്മലുകളായിട്ട് അമ്മ എന്ത് വെച്ചിരിക്കുന്നു? സൂര്യചന്ദ്രന്മാരാകുന്ന കമ്മലുകളെ കാതലങ്കാരമായിട്ട് തൂക്കിയിട്ടുണ്ട്. സൂര്യചന്ദ്രന്മാരെ പോലെ ദീപ്തമായ ഇരട്ട കാതലങ്കാരങ്ങൾ, കമ്മലുകൾ ധരിച്ചിരിക്കുന്നവളായ ദേവി എന്ന് നമ്മൾ പറയും. ഇതൊക്കെ ദേവിയുടെ ഓരോ അംഗങ്ങളെയും ഭാഗങ്ങളെയും വിവരിക്കുമ്പോൾ അത് കുണ്ഡലിനി ശാസ്ത്രത്തിൽ ചക്രതലങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഷഡാധാര ചക്രങ്ങളുമായിട്ട് കണക്ഷനുണ്ട്. അത് തൊട്ട് താഴെ പറയാം. ഇനി അടുത്ത വരികളിലേക്ക് നമുക്ക് പോകാം. പത്മരാഗശിലാദർശ പരിപാവിക പോലഭൂ. പത്മരാഗശിലാദർശ പരിപാവിക പോലഭൂ. പത്മരാഗശില, പത്മരാഗക്കല്ല്, ചുവന്ന നിറത്തിലുള്ള രക്തമണിക്കല്ലെന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ആദർശം, ആദർശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കണ്ണാടി എന്നാണ്. പരിഭാവിക എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുന്ന എന്നർത്ഥം. കപോലഭൂ, കവിളുകളുടെ തിളക്കം, ഒരു ഉപമയാണ്. അതായത് ദേവിയുടെ ആ കവിളുകളുടെ തിളക്കം എന്ന് പറയുന്നത് ആ പത്മരാഗശിലയുടെ അതുകൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ഒരു കണ്ണാടിയുടെ തിളക്കത്തെ പോലും അതിക്രമിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ അതിമനോഹരമായ കവിളുകൾ, തിളക്കമുള്ള കവിളുകളെന്ന് നമ്മൾ മനസ്സിലാക്കുക. പത്മരാഗക്കല്ലിൻ്റെ ദർപ്പണത്തെയും പത്മരാഗക്കല്ല് കൊണ്ടുണ്ടാക്കിയ കണ്ണാടിയുടെ തിളക്കത്തെ പോലും മങ്ങിപ്പിക്കുന്ന, തോൽപ്പിക്കുന്ന വിധത്തിൽ കവിളുകളുടെ തിളക്കമുള്ള സൗന്ദര്യമുള്ളവളാണ് ആ ദേവി. പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ. പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ. അടുത്ത വരി നവവിദ്രുമബിംബ ശ്രീന്യകാരിരതനശ്ചത. നവവിദ്രുമബിംബ ശ്രീന്യകാരി രതനശ്ചത. നവം പുതുതായി ഉണ്ടായത്, വിദ്രുമം പ്രവാളം, ബിംബശ്രീ അതിൻ്റേതായിരിക്കുന്ന ഫലത്തിൻ്റേതായിരിക്കുന്ന ദീപ്തി, ന്യകാരി തോൽപ്പിക്കുന്ന, ദന്തശ്ചത രതനശ്ചത, ചിലതിൽ ദന്തശ്ചത എന്ന് കാണാം. ഇത്രയേ ഉള്ളൂ. ദേവിയുടെ കർണാലങ്കാരങ്ങളെ പറ്റി പറഞ്ഞു, കദംബപൂക്കളെ പറ്റി പറഞ്ഞു, സൂര്യചന്ദ്രന്മാരെ പോലെ തിളക്കമുള്ള ദേവിയുടെ കമ്മലുകളെ പറ്റി പറഞ്ഞു, പത്മരാഗശിലയുടെ ആ ഒരു തിളക്കത്തെ പോലും മങ്ങിപ്പിക്കുന്ന വിധത്തിൽ അതീവ തിളക്കമുള്ള ദേവിയുടെ കവിളുകളെ പറ്റി പറഞ്ഞു. ഇനി അടുത്തതിലേക്ക് എന്താ വരിക? ദേവിയുടെ അധരമാണ്, ചുണ്ടുകളെ പറ്റിയാണ് പറയുക. ചുണ്ടുകളുടെ
ആ ഒരു സൗന്ദര്യമാണ് വിവരിക്കുന്നത്. അതാണ് നവവിദ്രുമബിംബ ശിന്യകാരിരതനശ്ചത, ചിലതിൽ ദശനശ്ചത. അതായത് ദേവിയുടെ ആ ദന്തശ്ചത അല്ലെങ്കിൽ ദശനശ്ചത, രതനശ്ചത, ദേവിയുടെ ആ ഒരു അധരം എന്ന് പറയുന്നത് എന്തിനെ തോൽപ്പിക്കുന്നതാണ്? പുതുതായി വിരിഞ്ഞ ആ വിദ്രുമത്തിൻ്റെ, ആ പൂവിൻ്റെ അല്ലെങ്കിൽ ആ ചുവന്ന ആ ഫലത്തിൻ്റെ ദീപ്തിയെ പോലും കെടുത്തുന്ന വിധത്തിൽ അതീവ തിളക്കമുള്ളതാണ്, ചുവന്ന നിറത്തോടു കൂടിയുള്ളതാണ്, സൗന്ദര്യത്തോടു കൂടിയതാണ്. പുതിയ പ്രവാളഫലത്തിൻ്റെ ദീപ്തിയെയും തോൽപ്പിക്കുന്ന അധരങ്ങളുള്ളവൾ, ചുവന്ന പഴം വിദ്രുമം. അടുത്ത വരി ശുദ്ധവിദ്യാങ്കുരാകാരാദിജപങ്ക്തിദ്വയോജ്വല, ശുദ്ധവിദ്യാങ്കുരാകാരാദിജപങ്ക്തിദ്വയോജ്വല, ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തിദ്വയോജ്വല. ദേവിയുടെ ചുണ്ടുകളെ മുന്നത്തെ വരിയിൽ പറഞ്ഞു. ഇനി പറയുന്നത് ദേവിയുടെ പല്ലുകളെ കുറിച്ചിട്ടാണ്. ശുദ്ധവിദ്യ, അതായത് പരമജ്ഞാനം നൽകുന്ന വിദ്യ, ശ്രീവിദ്യ, ഷോഡശാക്ഷരി വിദ്യ, പഞ്ചദശാക്ഷരി വിദ്യ എന്നൊക്കെ പറയുന്ന ശ്രീവിദ്യ, ശാക്തേയതന്ത്ര മാർഗത്തിലുള്ള ആത്മജ്ഞാനം നൽകുന്ന വിദ്യകൾ ഇവിടെ ശ്രീവിദ്യ എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അങ്കുരാകാര എന്ന് പറഞ്ഞാൽ മുള പോലെ, ദ്വിജ പല്ലുകൾ, പങ്ക്തി, നിര, ദ്വയ രണ്ട്, ഉജ്ജ്വല പ്രകാശമുള്ള. അതായത് ദേവിയുടെ രണ്ട് നിരയിലുള്ള പല്ലുകളുണ്ടല്ലോ, താഴത്തെ നിരയിലും മുകളിലത്തെ നിരയിലുള്ള പല്ലുകൾ ആ പരമജ്ഞാനം നൽകുന്ന ശുദ്ധവിദ്യയെ പ്രദാനം ചെയ്യുന്നതാണ്. അതേ തിളക്കത്തോടു കൂടിയുള്ളതാണ് ദേവിയുടെ പല്ലുകളെന്ന് പറയുന്നത്. പരമജ്ഞാനത്തിൻ്റെ മുള പോലെ ദീപ്തമായ രണ്ട് നിര പല്ലുകൾ ഉള്ളവളായിരിക്കുന്ന ദേവി എന്നാണ് അതിൻ്റെ സാമാന്യാർത്ഥം. അടുത്ത വരി നോക്കിയാൽ കർപ്പൂരവീടികാമോദാസമാകർഷദിഗന്ധര, കർപ്പൂരവീടികാമോദാസമാകർഷദിഗന്ധര. കർപ്പൂരവീടിക, വീടിക എന്ന് പറഞ്ഞാൽ താമ്പൂലം, കർപ്പൂരം ഒക്കെ വച്ചിരിക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളോടുകൂടിയ ആ ഒരു താമ്പൂലം. കർപ്പൂരം, വീടിക, താമ്പൂലം, ആമോദ സുഗന്ധം, സമാകർഷത ആകർഷിക്കുന്ന ദിഗന്ധര. അതായത് ദേവി ചവയ്ക്കുന്ന ആ കർപ്പൂര താമ്പൂലത്തിൻ്റെ സുഗന്ധം കൊണ്ട് എല്ലാ ദിക്കുകളെയും ആകർഷിക്കുന്നവൾ. അപ്പോൾ കദംബപ്പൂക്കൾ ചൂടിയ ചെവിയും ചെവിയിൽ സൂര്യചന്ദ്രന്മാരാകുന്ന കമ്മലുകളെ ധരിച്ചിരിക്കുന്നവളും പത്മരാഗക്കല്ലിൻ്റെ ആ കണ്ണാടിയുടെ തിളക്കത്തെ പോലും അതിക്രമിക്കുന്ന വിധത്തിൽ കവളുകളുടെ തിളക്കത്തോട് സൗന്ദര്യത്തോടു കൂടിയവളും താഴത്തെയും മുകളിലത്തെയും ദേവിയുടെ പല്ലിൻ്റെ നിരകൾ, അതിൻ്റെ ആ ഒരു പ്രകാശം അത് ശുദ്ധവിദ്യയെ കുറിക്കുന്നതാണ്, ശ്രീവിദ്യയെ കുറിക്കുന്നതാണ്, ഷോഡശാക്ഷരി വിദ്യയെ കുറിക്കുന്നതാണെന്ന് പറഞ്ഞു. ആ ദേവിയുടെ അധരത്തെയും പറ്റി നമ്മൾ അതിന് മുന്നിലത്തെ ഭാഗത്ത് പറഞ്ഞു. ഇനി എന്തിനെ പറയുന്നു? അങ്ങനെയുള്ള ആ ദേവി ആ വാഗൊണ്ട് കർപ്പൂരം താമ്പൂലം ചവയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. ഈ രൂപം അമ്മയുടെ മുകൾ മുതൽ ശിരസ് മുതൽ പാദം വരെയുള്ള വർണ്ണനകളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ മനസ്സിൽ പോകണം. അപ്പോൾ ദേവി ആ താമ്പൂലം ചവയ്ക്കുകയാണ്. കർപ്പൂര വീടിക, സുഗന്ധമുള്ള പല വിശിഷ്ടമായിരിക്കുന്ന ഔഷധങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താമ്പൂലം. നമ്മൾ ആദ്യ ഭാഗത്ത് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നു? ആ താമ്പൂലം ചവയ്ക്കുമ്പോൾ ആ ഒരു ഗന്ധം, സുഗന്ധം ദിക്കുകളെ പോലും ആകർഷിക്കുന്നതാണ്. അടുത്ത വരി നിജസല്ലാപമാധുര്യ വിനിർഭത്സിത കശ്ചവി, നിജസല്ലാപമാധുര്യ വിനിർഭത്സിത കശ്ചവി. ദേവിയുടെ മധുരതരംഗരായിരിക്കുന്ന വാക്ക് നിജ, സ്വന്തം, സല്ലാപ മധുരവാക്ക്, മാധുര്യ മധുരതയുള്ള, വിനിർഭത്സിത തോൽപ്പിച്ച, കശ്ചപി. കശ്ചപി എന്ന് വെച്ചാൽ സരസ്വതി ദേവിയുടെ കയ്യിലുള്ള വീണയ്ക്കാണ് കശ്ചപി എന്ന പേരുള്ളത്. മറ്റു ചില അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ആ വീണാനാദത്തെ പോലും, സരസ്വതി ദേവിയുടെ വീണാനാദം തന്നെ ഏറെ ആകർഷണമുള്ളതാണ്. അതിനെപ്പോലും അതിക്രമിക്കുന്ന വിധത്തിൽ, അതിനെപ്പോലും തോൽപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ശബ്ദവിന്യാസമാണ്, മധുരതരമായിട്ടുള്ള വാക്കുകളാണ് അമ്മ ലളിതാംബികയുടേതെന്നാണ് അതിൻ്റെ അർത്ഥം. തൻ്റെ മധുരവചനങ്ങളാൽ എല്ലാം മങ്ങിയതാക്കുന്നവൾ. ദേവിയുടെ വാക്കുകൾ കേട്ടാൽ മറ്റെല്ലാം മങ്ങിപ്പോകും, മറ്റുള്ളതിൻ്റെയൊക്കെ പ്രകാശം ഇല്ലാതാകും. ദേവിയുടെ വാക്കുകളാണ് പ്രകാശത്തിൽ ആകർഷകമായിട്ട് മധുരതരമായിട്ട് നിൽക്കുന്നതെന്നാണ് ആ ഉപമ കൊണ്ട് അർത്ഥാക്കുന്നത്. നിജസല്ലാപമാധുര്യ വിനിർഭത്സിത കശ്ചവി, നിജസല്ലാപമാധുര്യ വിനിർഭത്സിത കശ്ചവി. അടുത്ത വരി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ, മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ. മന്ദസ്മിതം, മനോഹരമായിരിക്കുന്ന പുഞ്ചിരി, പ്രഭാപൂര ആ പുഞ്ചിരിയുടേതായിരിക്കുന്ന പ്രകാശം, മജ്ജത് മുങ്ങിയ, കാമേശമാനസ കാമേശൻ്റെ മനസ്സ്. അതായത് ശ്രീ ലളിതാംബിക, ശ്രീ ലളിതാ പരമേശ്വരി പരമേശ്വരൻ്റെ ഭാര്യയാണ്.
അപ്പോൾ അമ്മയുടെ ആ അതിമനോഹരമായിരിക്കുന്ന പുഞ്ചിരി മഹാദേവൻ്റെ മനസ്സിനെ പോലും മുക്കുന്നതാണ്. ദേവിയുടെ മനോഹരമായ പുഞ്ചിരിയിൽ മഹാദേവൻ്റെ മനസ്സ്, കാമേശ്വരനായിരിക്കുന്ന മഹാദേവൻ്റെ മനസ്സ് പോലും മുങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വർണ്ണനയാണ് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. ദേവിയുടെ മന്ദസ്മിതത്തിൻ്റെ പ്രകാശത്തിൽ കാമേശ്വരൻ്റെ മനസ്സ് മുഴുവനായി മുങ്ങിയിരിക്കുന്നു. മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ. അടുത്ത വരി അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത. അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത. താമ്പൂലം ചവയ്ക്കുന്ന അമ്മയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ആ അമ്മയുടെ ഗന്ധം സർവ്വതിനെയും ആകർഷിക്കുന്നതാണെന്ന് പറഞ്ഞു. അമ്മയുടേതായിരിക്കുന്ന ആ ഒരു മന്ദസ്മിതം പതിയായിരിക്കുന്ന മഹാദേവനെ മനസ്സിനെ ആകർഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അടുത്തായിട്ട് പറയുകയാണ് ദേവിയുടെ ആ ചിബുകം, താടിയെ പറ്റിയിട്ടാണ്. അനാകലിതം, ഉപമയില്ലാത്ത, സാദൃശ്യ, സാമ്യം, ചിബുക, താടി, ശ്രീ, സൗന്ദര്യം, വിരാജിത, ഉപമയില്ലാത്ത സൗന്ദര്യമുള്ള താടിയാൽ ദീപ്തമായവൾ. അമ്മയുടെ താടിയെ മറ്റൊന്നുമായിട്ട് ഉപമിക്കാൻ പറ്റില്ല, അത്രയധികം സൗന്ദര്യമാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ടാണ് അവിടെ അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത. അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത. അടുത്ത വരി കാമേശബദ്ധമാംഗല്യസൂത്രശോഭിതഗന്ധര. കാമേശബദ്ധമാംഗല്യസൂത്രശോഭിതഗന്ധര. ബന്ധിക്കപ്പെട്ടതായിരിക്കുന്ന മാംഗല്യസൂത്രം, താലി, ശോഭിത, അലങ്കരിച്ച, കന്ധര, കഴുത്ത്. അതായത് പരമേശ്വരൻ, കാമേശ്വരൻ കെട്ടിയ മംഗല്യസൂത്രം ധരിച്ച് ശോഭിക്കുന്ന കഴുത്തുള്ളവളായിരിക്കുന്ന ദേവി. ആ ദേവിയാണ് ഇവിടെ വർണ്ണിച്ചത്. കാമേശമാംഗല്യസൂത്രശോഭിതഗന്ധര. അടുത്ത വരി കനകാംഗതകേയൂരകമനീയ ഭുജാൻവിത. കനകാംഗതകേയൂരകമനീയ ഭുജാൻവിത. കനകം, സ്വർണം. അംഗതകേയൂര, കൈവളകൾ. കമനീയം, മനോഹരം, ഭുജം. അതായത് അമ്മയുടെ കൈകളിൽ എന്ത് ധരിച്ചിരിക്കുന്നു? സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിച്ച മനോഹരങ്ങളായ ഭുജങ്ങളുള്ളവളായ ദേവി. ഭുജങ്ങളിൽ മനോഹരമായിരിക്കുന്ന വളകൾ അമ്മ ധരിച്ചിരിക്കുന്നു. രത്നഗ്രൈവേയ ചിന്താക ലോലമുക്താഫലാൻവിത. രത്നഗ്രൈവേയ ചിന്താക ലോലമുക്താഫലാൻവിത. അമ്മയുടെ ഗ്രൈവേയ, കഴുത്തിലുള്ള ആഭരണം, മുക്താഫലം എന്ന് വെച്ചാൽ മുത്തുകൾ, കലോല, തരംഗം പോലെ ഇളകുന്നത്. അതായത് അമ്മ കഴുത്തിലൊരു മുത്തുമാല ധരിച്ചിട്ടുണ്ട്, അത് തരംഗം പോലെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. രത്നങ്ങളും ഇളകുന്ന മുത്തുകളും ആയിരിക്കുന്ന ഒരു മാല അമ്മ ധരിച്ചിട്ടുണ്ട്. രത്നഗ്രൈവേയ ചിന്താക ലോലമുക്താഫലാൻവിത. അടുത്ത വരി കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി. പ്രേമരത്നമണി, പ്രണയരത്നം, പ്രതിപണം, സമർപ്പിച്ച, സ്ഥനി, സ്തനമുള്ളവൾ. അതായത് കാമേശ്വരൻ്റെ പ്രേമരത്നങ്ങൾ അർപ്പിച്ച പോലെ സ്തനങ്ങളുള്ളവൾ, നിറഞ്ഞ മാറിടത്തോട് കൂടിയവൾ, ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് നിറഞ്ഞ മാതൃഭാവത്തോടു കൂടിയിരിക്കുന്ന ആ മാറിടത്തോടു കൂടിയവൾ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി. തൻ്റെ പതിയായിരിക്കുന്ന ഭർത്താവിനോടുകൂടി ഇരിക്കുമ്പോൾ ആ പത്നിയായിരിക്കുന്ന ദേവി ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം നിമിത്തം, ആ ഒരു പ്രണയം നിമിത്തം നിറഞ്ഞ തുളുമ്പുന്ന സ്നേഹവാത്സല്യങ്ങളോടുകൂടിയിരിക്കുന്ന ആ മാറിടത്തോട്, സ്തനത്തോടു കൂടിയവളെന്നർത്ഥം. മറ്റൊരർത്ഥത്തിൽ ഭക്തനോടുള്ള സ്നേഹാതിരേകത്താൽ, വാത്സല്യത്താൽ അമ്മ നമുക്ക് ആരാണ്, അല്ലേ? നമ്മളെ പാലൂട്ടുന്നവളാണ് അമ്മ, അമ്മയുടെ മാതൃത്വം. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു അമ്മയുടെ മാതൃത്വം ചുരത്തുന്നത് പോലെ ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് നിറഞ്ഞ മാറിടത്തോടു കൂടിയവളെന്നും അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇതിന് സമാനമായ വരികൾ മറ്റ് ചില സ്ഥലങ്ങളിൽ കൂടിയുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥനി. അടുത്ത വരി നാഭ്യാലവാലരോമാളീലതാഫലകുജദ്വൈ. നാഭ്യാലവാലരോമാളീലതാഫലകുജദ്വൈ. നാഭി, ആലവാലം, വേരുതളം, രോമാവലി, രോമലത, ഫലകം, തൂണുപോലെ, കുജദ്വയം, ഇരട്ടസ്ഥനങ്ങൾ. അപ്പോൾ അതായത് ദേവിയുടെ ആ നാഭീദേശത്തു നിന്ന് ഉയരുന്ന രോമലതയെ താങ്ങുന്ന സ്ഥലങ്ങൾ. ഒരു ചെടി അതിൻ്റെ വേരിൽ നിന്നിങ്ങനെ വള്ളി പോലെ പടർന്ന് മുകളിലേക്ക് പോയി കായ്ഫലങ്ങൾ ഉണ്ടാകുന്നത് പോലെ അമ്മയുടെ നാഭിയിൽ നിന്നൊരു വർണ്ണനയാണ്, ദേവിയുടെ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയാണ്. അങ്ങനെ ഒരു വള്ളിച്ചെടി മുകളിലേക്ക് പടർന്നു നിൽക്കുന്നത് പോലെ നാഭിയിൽ നിന്നുയരുന്ന രോമലതയെ താങ്ങുന്ന ആ സ്ഥാനത്തോടു കൂടിയവൾ എന്നൊരർത്ഥം. നാഭ്യാലവാലരോമാളി ലതാഫലകുജദ്വൈ. അടുത്ത വരി ലക്ഷരോമലതാ താര താസമുന്നേയ മധ്യമ.
ലക്ഷരോമലതാതാര താസമുന്നേയ മധ്യമ. രോമലതയുടെ ഭാരം പോലും വഹിക്കാൻ കഴിയുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന അരമുള്ളവൾ. അല്ലേ, ദേവിയുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ വർണ്ണനകളാണ് ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. ലക്ഷരോമലതാതാരദാസമുന്നേയ മധ്യമ. അടുത്ത വരി സ്തനഭാരതളൻ മധ്യപട്ടബന്ധവലിത്രയ. സ്തനഭാരതളൻ മധ്യപട്ടബന്ധവലിത്രയ. വലിത്രയം എന്ന് വെച്ചാൽ 3 മടികൾ. അതായത് സ്തനഭാരത്തിൻ്റെ കാരണമായ അരയിൽ 3 രേഖകൾ തെളിഞ്ഞവൾ. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഒരു വർണ്ണനയാണ്. അല്ലെ, മടങ്ങിയ വയറെന്ന് പറയും. എന്നതുപോലെ ആ വയറ് മടങ്ങിയിരിക്കുമ്പോൾ അതിൽ 3 വരകൾ പോലെ കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. സ്തനഭാരതളൻ മധ്യപട്ടബന്ധവലിത്രയ. സ്തനഭാരതളൻ മധ്യപട്ടബന്ധവലിത്രയ. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സിൽ ഇതിനെയൊക്കെ പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത വരി അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വൽക്കടീതടി. അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വൽക്കടീതടി. കൗസുഭവസ്ത്രം അതായത് കുങ്കുമ വർണ്ണമുള്ള വസ്ത്രം. കടീതടം അരഭാഗം, അതായത് ചുവന്ന പട്ടുവസ്ത്രം ധരിച്ച് ദീപ്തമായ അരക്കെട്ടോട് കൂടിയുള്ള അരക്കെട്ടിൽ ചുവന്ന നിറത്തോടു കൂടിയിരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു. അരുണാരുണ കൗസുംഭവസ്ത്രഭാസ്വൽക്കടീതടി. ഇനി ആ ചുവന്ന വസ്ത്രം ചുറ്റിയിരിക്കുന്ന അരക്കെട്ടിൽ എന്തുണ്ട്? രത്നകിങ്കിണികാരമ്യ രസനാദാമഭൂഷിത. രത്നകിങ്കിണികാരമ്യ രചനാദാമഭൂഷിത. അപ്പോൾ ചുവന്ന പട്ടമ്മ ഉടുത്തിരിക്കുന്നു. അതിൽ കിങ്കിണി ചെറുമണികൾ, രചന അരമാല, അതായത് രത്നമണികൾ ഘടിപ്പിച്ച അരമാല, അരിഞ്ഞാണം അതിൻ്റെ അകത്ത് അമ്മ ധരിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. രത്നകിങ്കിണികാരമ്യ രചനാദാമഭൂഷിത. അടുത്ത വരി കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത. കാമേശ്വരൻ അറിയുന്ന മൃദുത്വമുള്ള തുടകളുള്ളവൾ, മാർദ്ദവമുള്ള ഒരു തുടകളോടുകൂടിയവളായിരിക്കുന്ന ദേവി എന്നർത്ഥം. കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാന്വിത. ഇനി ദേവിയുടെ മുട്ടുകളെപ്പറ്റി പറയുന്നു. മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിത. മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിത. ജാനു മുട്ടുകൾ മാണിക്യമകുടം പോലെ തിളങ്ങുന്ന മുട്ടുകളുള്ളവൾ. മാണിക്യമകുടാകാരജാനുദ്വയ വിരാജിത. അടുത്ത വരി ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക. ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക. ഇന്ദ്രഗോപം എന്ന് വെച്ചാൽ ചുവന്ന നിറത്തോടു കൂടിയിട്ടുള്ള കിരീടം. ജംഘിക ആ ഒരു കാൽമുട്ടിന് അടിഭാഗം, അതായത് ചുവന്ന വർണ്ണ സൗന്ദര്യമുള്ള കാൽഭാഗങ്ങളുള്ളവളെന്നാണ് അർത്ഥം. ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക. ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ഠാ ജയിഷ്ണു പ്രപദാന്വിത. ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ഠാ ജയിഷ്ണു പ്രപദാന്വിത. അല്ലേ, ദേവിയുടെ ആമയുടെ പുറന്തോട് പോലെയുള്ള ഒരു പൃഷ്ഠഭാഗം, ആ പുറകുഭാഗം ഉള്ളവളായിരിക്കുന്ന ദേവി, സൗന്ദര്യവതിയായിരിക്കുന്ന ദേവി എന്നർത്ഥം. ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ഠാ ജയിഷ്ണു പ്രപദാന്വിത. ഗൂഢഗുൽഫാ കൂർമ്മപൃഷ്ഠാ ജയിഷ്ണു പ്രപദാന്വിത. നഗദീധിതി സംജന്ന നമജ്ജനതമോ ഗുണ. നഗദീധിതി സംജന്ന നമജ്ജനതമോ ഗുണ. നഗദീദിതി നഖപ്രഭ, തമോ ഗുണ അന്ധകാരം. അതായത് ദേവിയുടെ നഖങ്ങളുടെ പ്രകാശം ഭക്തരുടെ അന്ധകാരം അകറ്റുന്നു എന്നാണ് പറയുക. ദേവിയുടെ നഖങ്ങളുടെ ആ ഒരു പ്രകാശം, തിളക്കം ഭക്തരുടെ ഹൃദയങ്ങളിലെ അന്ധകാരം, അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റുന്നു. നഗദീദിതി സംജന്ന നമജ്ജനതമോ ഗുണ. പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ. സരോരുഹം താമര, പാദപ്രഭ കൊണ്ട് താമരയെയും തോൽപ്പിക്കുന്നവൾ. ദേവിയുടെ അതിൽ അതീവ മൃദുലങ്ങളായിരിക്കുന്ന പാദങ്ങൾ താമര പോലെ മൃദുലവും താമരയുടെ നിറം പോലെ ചുവന്ന തുടുത്ത നിറത്തോടു കൂടിയവളുമാണ്. അപ്പം അമ്മയുടെ പാദങ്ങൾ കണ്ടാൽ താമരയുടെ പ്രഭ പോലും തോൽക്കും എന്നാണ് പറയുക. പദദ്വയ പ്രഭാജാലപരാകൃത സരോരുഹ. അടുത്ത വരി ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ. ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ. മഞ്ജീരം, നൂപുരം, പാദാംബുജം, താമരപ്പാദം, അതായത് മണിമയ നൂപുരങ്ങളാൽ അലങ്കരിച്ച ദിവ്യപാദങ്ങൾ, കിലുങ്ങുന്ന പാദസ്വരങ്ങൾ അമ്മ ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം. ശിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ. അടുത്ത വരി മരാളി മന്ദഗമനാമഹാലാവണ്യസേവധി. മരാളി മന്ദഗമനാമഹാലാവണ്യസേവധി. മരാളി മരാളം ഹംസം, മന്ദഗമനം സുന്ദരമായ നടപ്പ്, അതായത് നമ്മൾ അന്നനട ഹംസത്തിൻ്റെ നടപ്പെന്ന് പറയില്ലേ, ഹംസഗതി പോലെ സുന്ദരമായ നടപ്പും സൗന്ദര്യവും ഉള്ളവളായിരിക്കുന്ന ദേവിയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. മരാളീ മന്ദഗമനാമഹാലാവണ്യസേവധി.
സർവാരുണ അനവദ്യാംഗീ സർവാഭരണഭൂഷിത, സർവാരുണ അനവദ്യാംഗീ സർവാഭരണഭൂഷിത, സർവാരുണ മുഴുവൻ അരുണവർണം, അനവദ്യ നിർമ്മല അംഗി ശരീരം, അതായത് പൂർണ്ണമായും അരുണവർണ്ണ സൗന്ദര്യത്തോടെ എല്ലാവിധത്തിലുള്ള ആഭരണങ്ങളാലും സർവാഭരണഭൂഷിതയായിരിക്കുന്ന ദേവി. ആ ദേവിയുടെ സൗന്ദര്യം പൂർണ്ണമായിട്ട് പറയണം. എല്ലാ ആഭരണങ്ങളും, മാലയും വളയും കമ്മലും പട്ടുവസ്ത്രവും അരഞ്ഞാണവും അതുപോലെ തന്നെ പാദസ്വരങ്ങളും എല്ലാം അണിഞ്ഞ ആ ദേവിയുടെ ആ സർവാംഗ സൗന്ദര്യം, സർവാംഗ സുന്ദരിയായിരിക്കുന്ന അമ്മയാണ് അവിടെ വർണ്ണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത് പറയുന്നു, ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ, ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ. ആ ദേവി എവിടെയാണ് ഇരിക്കുന്നത്? അംഗസ്ഥ, മടിയിലിരിക്കുന്നു. സ്വാധീനവല്ലഭ, തൻ്റെ ഭർത്താവായിരിക്കുന്ന പരമേശ്വരൻ്റെ മടിയിൽ, ശിവകാമേശ്വരൻ്റെ മടിയിൽ വസിക്കുന്ന ആ ശിവന് പോലും പരമമായ ശക്തി നൽകുന്ന പരാശക്തിയായ ദേവിയെയാണ് ഇവിടെ പറയുക, ശിവനോട് കൂടിയിരിക്കുന്ന ദേവി. അപ്പോൾ നമ്മൾ ആ മുകളിൽ നിന്ന് ദേവിയുടെ ആ ഒരു വർണ്ണന നമ്മളിങ്ങനെ തുടങ്ങി അല്ലേ. നമ്മൾ അവസാന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിർത്തിയത് താരാകാന്തി തിരസ്കാരിനാഥാഭരണ ഭാസുരയാണ്. പക്ഷേ നമ്മൾ ആ ശ്രീ മഹാരാജ്ഞി തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ദേവിയുടെ ശിരസ് മുതൽ അങ്ങോട്ട് തുടങ്ങി അല്ലേ. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ, മുടിയിൽ ധരിച്ചിരിക്കുന്ന വിശിഷ്ടമായിരിക്കുന്ന പൂക്കളെപ്പറ്റി പറഞ്ഞു. കുരുവിന്ദമണിശ്രേണി കനൽ കോടീരമണ്ഡിത കുരുവിന്ദത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അഷ്ടമീചന്ദ്ര വിഭ്രാജ, അങ്ങനെ എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യവും ആ മുകളിൽ നിന്ന് തുടങ്ങി താഴെ ദേവിയുടെ പാദം വരെ എത്തി. ശിരസിൽ നിന്ന് തുടങ്ങി നമ്മളിന്ന് പാദത്തിലെത്തി. ആ ദേവി ആരുടെ കൂടെ ഇരിക്കുന്നതെന്നും പറഞ്ഞു? കാമേശ്വരനായിരിക്കുന്ന പരമശിവൻ്റെ കൂടെ ഇരിക്കുന്ന ദേവിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഇത് ബാഹ്യ ശരീര വർണ്ണനയാണ്. ഈ ദേവിയുടെ ശരീരത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ആ ദേവീ ശരീരം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആദിപരാശക്തിയായിട്ടുള്ള അമ്മ ഭക്തന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ദേവീ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മനുഷ്യൻ്റെ ബാഹ്യ ശരീരങ്ങൾ പോലെയല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആദിപരാശക്തി മനുഷ്യരൂപത്തിൽ, സ്ത്രീ രൂപത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഇതായിരിക്കുന്ന അംഗപ്രത്യംഗങ്ങളുടെ വർണ്ണനകളെല്ലാം നമുക്ക് കാണുന്നത്. അതിന് ഏറ്റവും പോസിറ്റീവായി ഒരു മാതൃഭാവത്തിൽ വേണം നമ്മളിതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല ഈ ശരീരത്തിലാണ് ചക്രങ്ങളുടെ സ്ഥാനം. ഇപ്പം നമ്മൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര വരെയുള്ള ചക്രങ്ങളെപ്പറ്റി നമ്മൾ പറയാറുണ്ടല്ലേ. ഷഡ്ചക്ര നിരൂപണത്തിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ മൂലാധാരത്തിൽ നിന്നുയർന്ന് സഹസ്രാരത്തിലെത്തുന്ന കുണ്ഡലിനി ശക്തിയുടെ അനുഭവക്രമമാണ് യഥാർത്ഥത്തിൽ ഇതിൽ വിവരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ശ്ലോകങ്ങൾ ദേവിയുടെ പാദം മുതൽ ശിരസ് വരെയുള്ള സൗന്ദര്യം പറയാണെന്ന് തോന്നും. പക്ഷേ ശാക്തേയ ആഗമപ്രകാരം, നിഗമശാസ്ത്രപ്രകാരം രണ്ടുമുണ്ട്, രണ്ടിലും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ആന്തരിക ബന്ധമാണ്. ശരിക്കും സൗന്ദര്യലഹരിയായിട്ടൊക്കെ ഇതിന് പലതരത്തിലുള്ള ബന്ധമുണ്ട്. ഇപ്പോൾ നമ്മൾ ശിഞ്ചാനമണി മഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ എന്ന് പറയുമ്പോൾ ആ മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുക. കുണ്ഡലിനി ശക്തി ഉണരുമ്പോൾ ആദ്യം കേൾക്കപ്പെടുന്ന നാദബ്രഹ്മസ്പന്ദനം ഇവിടെ നിന്നാണ്, നൂപുര ശബ്ദം. നമ്മൾ ദശവിധ നാദങ്ങളെപ്പറ്റി പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഉപാസനകളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹിമാലയ സിദ്ധാശ്രമത്തിൻ്റെ യോഗതന്ത്രം പഠിക്കുന്നവരൊക്കെ പല ഉപാസനകൾ ചെയ്യുമ്പോൾ അവർ ചിലങ്കയുടെ നാദം, മണിനാദം, മുത്തുമണികളുടെ നാദം, കാറ്റിൻ്റെ നാദം, നദിയുടെ ഒഴുകുന്ന നാദം, കടലിരമ്പുന്ന നാദം, ശംഖനാദം, ഇങ്ങനെയൊക്കെയുള്ളത് ഉപാസനയിൽ കേൾക്കും. കുണ്ഡലിനി ശക്തിയുടെ ശബ്ദമാണ്. ശരിക്കും ആ ശബ്ദം കേൾക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആദ്യ ചക്രമായ ബേസ് ചക്ര, റൂട്ട് ചക്ര ആക്റ്റീവായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദേവിയുടെ പാദങ്ങൾ നമ്മൾ വർണ്ണിക്കുന്നുണ്ടല്ലോ. ആ പാദങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗം മൂലാധാര ചക്രത്തിൻ്റെ സ്ഥാനമായിട്ട് പറയുന്നു. ശിഞ്ചാനമണി മഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ എന്ന് പറയുമ്പോൾ ആ പാദസ്വരത്തിൻ്റെ നാദം പ്രാണശക്തിയുടെ ഉണർവിൻ്റെ നാദമാണ്, മൂലാധാര ചക്രവുമായിട്ട് കണക്റ്റഡാണ്. കുണ്ഡലിനി ശക്തി ഉണരുമ്പോൾ ആദ്യം കേൾക്കുന്ന നാദബ്രഹ്മസ്പന്ദനമാണ്. അതുകൊണ്ടാണ് ഇതിന് നൂപുര ശബ്ദം എന്ന് പറയുന്നത്. ഇന്ദ്രകോപരിക്ഷിപ്ത സ്മരതൂണാ ഭജംഗിക, ദേവിയുടെ ജംഘികയെപ്പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ സ്വാധിഷ്ഠാനം, രണ്ടാമത്തെ ചക്രമായിരിക്കുന്ന സ്വാധിഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സൃഷ്ടി നടത്തുന്നത് സ്വാധിഷ്ഠാനം ഉപയോഗിച്ചിട്ടാണ്. പുരുഷനിലും സ്ത്രീയിലും പ്രത്യുൽപാദന അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം സ്വാധിഷ്ഠാന ചക്ര, ലിംഗയോനി ഭാഗം അവിടെയായിട്ട് കണക്റ്റഡാണ് അല്ലേ. ഒന്നിനെ സൃഷ്ടിക്കണമെങ്കിൽ ആ ചക്രങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നു അല്ലേ. കാമശക്തിയുടേതായിരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയും. ഓക്കെ, പക്ഷേ അത് ഏറ്റവും ഉയർന്ന സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹാശക്തിയുടെ കൂടിയാണ്. കാമശക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെല്ലാം നേടിത്തരുന്ന ശക്തി എന്നും അതിനർത്ഥമുണ്ട്. അപ്പോൾ ശരിക്കും
പരിക്ഷിത്ത സ്മരതൂണാഭജംഗിക എന്ന് പറയുമ്പോൾ ആ സ്വാധിഷ്ഠാന ചക്രവുമായി ബന്ധപ്പെട്ട ഭാഗത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇനി അടുത്ത ചക്രമാണ് മണിപൂരകം. ലക്ഷരോമലതാധാരദാസമുന്നേയ മധ്യമ. ലക്ഷരോമലതാധാരദാസമുന്നേയ മധ്യമ. അതിസൂക്ഷ്മമായിരിക്കുന്ന ആ ഒരു അരയുടേതായിരിക്കുന്ന ഭാഗം അല്ലേ, മണിപൂരക ചക്രം ആ വയറിൻ്റേതായിരിക്കുന്ന ഭാഗമാണ്. അഗ്നിയുടെ ശുദ്ധിയുടെ കുണ്ഡലിനി ശക്തിയെ ഉണർത്തുന്ന ആ പ്രാണിക് ശക്തിയുടെ ഭാഗമാണത്. അതാണ് ലക്ഷരോമലതാധാരദാസമുന്നേയ മധ്യമ. അതിൻ്റെ ബാഹ്യരൂപമാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. നാഭ്യാലവാലരോമാളിലതാഫലകുജദ്വൈ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, ആ ഒരു ഭാഗമാണ്. ഇനി ഹൃദയചക്രമായിരിക്കുന്ന അനാഹതയെ കുറിക്കുന്ന നാദം വരികളാണ്. മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ. മനസ്സിൻ്റെ ഭാഗം, ഹൃദയത്തിൻ്റെ ഭാഗം. ഹൃദയചക്രം തുറക്കുമ്പോഴാണ് ശിവനും ശക്തിയും ഒന്നാകുന്നതെന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണാം അല്ലേ. ഭക്തിയുടെ, പ്രേമത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഭാഗമാണ് ഹൃദയചക്രം, നെഞ്ചിന് മധ്യയുള്ള ചക്രം, ഭക്തി ജ്ഞാന ഐക്യം. അപ്പോൾ കാമേശ്വരൻ്റെ മനസ്സ് ഈ ഒരു ഭാഗത്താണ്, ഹൃദയചക്രത്തിൻ്റെ സ്ഥാനം അവിടെയാണ്. അതാണ് മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ. അടുത്ത ചക്രം വിശുദ്ധിയാണ്. ശുദ്ധവിദ്യാങ്കുരാകാര ദിജപങ്ക്തിദ്വയോജ്വല. വായും ഇതുമൊക്കെ ഉൾപ്പെടുന്ന, പല്ലുമൊക്കെ ഉൾക്കൊള്ളുന്ന ആ ശുദ്ധവിദ്യയുടെ, ശബ്ദബ്രഹ്മത്തിൻ്റെ, മന്ത്രസിദ്ധിയുടേതായിരിക്കുന്ന സ്ഥാനം വിശുദ്ധി ചക്രമാണെന്ന് പറയും അല്ലേ. അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വരികൾ കൊണ്ട് കുറിക്കുന്നത്. അടുത്തത് നമ്മൾ മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ പല വർണ്ണനകൾ കാണാം. ആജ്ഞാചക്രത്തെപ്പറ്റി പറയുന്നു. ഏറ്റവും ടോപ്പിൽ ശിവകാമേശ്വരാംഗസ്ഥ ശിവസ്വാധീനവല്ലഭാം. ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭ. ശക്തി ശിവനിൽ ലയിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ സമാധി, തുരീയാവസ്ഥ, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ദേവിയുടെ ബാഹ്യ ശരീരത്തിൻ്റെ വർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുണ്ഡലിനി യോഗ ശാസ്ത്രപ്രകാരമുള്ള ചക്രസ്ഥാനങ്ങളുടെ വർണ്ണനയാണെന്ന് നമ്മളതിനെ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പറയാനുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ഭാഗത്ത് പറയാം. അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് ഇപ്പോൾ വരെ നമ്മളിന്ന് പുതുതായിട്ട് പഠിച്ച ആ ഒരു വരികളെ നമുക്കൊന്ന് ചൊല്ലിപ്പോകാം. ആദ്യം അത് ഒന്ന് ഓടിച്ച് ചൊല്ലിയിരുന്നു. നമുക്ക് ആ വരികൾ കൂടി ഒന്ന് ചൊല്ലാം. നമ്മൾ അവസാനത്തെ 6ാമത്തെ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിരുന്നത് നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ പാസുര. അപ്പോൾ ഇന്ന് പഠിച്ചോന്ന് ചൊല്ലാം. കദംബമഞ്ചരീ ക്ലിപ്തകർണപൂരമനോഹര താടം കയുകളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രുമബിംബ ശ്രീന്യകാര്യരതനശ്ചത ശുദ്ധവിദ്യാങ്കുരാകാരാദിജപങ്ക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോദാ സമാകർഷതി ഗന്ധര നിജസല്ലാപമാധുര്യാ വിനിർഭത്സിതകശ്ചവി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ അനാകലിതസാദൃശ്യാജിബുഗശ്രീവിരാജിത കാമേശബദ്ധമാംഗല്യാ സൂത്രശോഭിതഗന്ധര കനകാംഗതകേയൂരാകമനീയ ഭുജാൻവിത രത്നഗ്രൈവേയ ചിന്താക ലോലമുക്താഫലാൻവിത കാമേശ്വര പ്രേമരത്നമണി പ്രതിവണസ്ഥനി നാഭ്യാലവാലരോമാളി ലതാഫലകുജദ്വൈ ലക്ഷരോമലതാതാരാദാസമുന്നേയ മധ്യമ സ്തനഭാരതലന്മധ്യ പട്ടബന്ധവലിത്രയ അരുണാരുണകൗസുംഭാവസ്ത്രഭാസ്വൽക്കടീതടി രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവൂരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢകുൽഫാ കൂർമ്മപൃഷ്ഠ ജയിഷ്ണുപ്രപദാന്വിത നഗദീദിതി സംജന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃതസരോരുഹ ശിഞ്ചാന മണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യസേവധി സർവാരുണ അനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീനവല്ലഭാം. അപ്പോൾ ദേവിയുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളുടെ വർണ്ണന നമ്മൾ ബാഹ്യാർത്ഥത്തിൽ പറഞ്ഞു, അതീവ സൗന്ദര്യത്തെപ്പറ്റി പറഞ്ഞു. ആന്തരികാർത്ഥത്തിൽ അത് കുണ്ഡലിനി ശാസ്ത്രത്തിലെ ഷഡാധാര ചക്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. നമസ്തേ. ഓം ശ്രീ ലളിതാംബികായേ നമഃ.